പ്രിയപ്പെട്ട സാബു ജേക്കബിന്റെ മറുപടി ശ്രദ്ധയിൽപ്പെട്ടു. ഇനി എനിക്ക് പറയാനുള്ളത് ബിജെപിയുടെ കേന്ദ്ര നേതാക്കന്മാരോടും സംസ്ഥാന നേതാക്കന്മാരോടുമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾക്ക് മാത്രം ഞാൻ മറുപടി പറയുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, തൃക്കാക്കരയിൽ മത്സരിക്കാൻ താൽപര്യമില്ലായിരുന്നെങ്കിൽ എന്തിനാണ് ഞാൻ തൃക്കാക്കരയിൽ മത്സരിക്കാൻ ഇറങ്ങിയത് എന്നുള്ളതാണ്. അതിന് ആദ്യത്തെ മറുപടി, തൃക്കാക്കരയിൽ മത്സരിപ്പിക്കാമെന്നോ എനിക്കൊരു സീറ്റ് നൽകാമെന്നോ പറഞ്ഞല്ല എന്നെ 2020ലേക്ക് വിളിപ്പിച്ചത്. ഞാൻ 2020ലേക്ക് വരുന്നതിന് മുൻപ് തന്നെ 10 പ്രാവശ്യത്തിലധികം 2020ക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി നിയോഗിച്ച റാം എന്ന് പറയുന്ന ഒരു ഡൽഹിക്കാരൻ എന്നെ 10 പ്രാവശ്യത്തിലധികം ബന്ധപ്പെട്ടിരുന്നു. ഈ പ്രാവശ്യമെല്ലാം തന്നെ ഒരു തവണ പോലും ഇയാളുമായിട്ടൊരു മീറ്റിങ്ങിനോ ചർച്ചയ്ക്കോ നിന്നുകൊടുക്കാതെ ഒഴിഞ്ഞുമാറിയ ഞാൻ പിന്നീട് കൊട്ടാരക്കരയിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്നൊരു തീരുമാനം എന്റെ ഉള്ളിൽ ഞാൻ എടുത്ത സമയത്ത് റാം വീണ്ടും എന്നെ ബന്ധപ്പെടുകയും കൊട്ടാരക്കര സീറ്റിൽ മത്സരിപ്പിക്കാം, അങ്ങനെ കൊട്ടാരക്കര സീറ്റിൽ മത്സരിപ്പിക്കാം, അവിടെ അമിത്ഷായും നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ളവർ വന്ന് പ്രചരണം നടത്തും എന്നെല്ലാം എനിക്ക് ഉറപ്പു നൽകി. ഞാനിത് സാബു ജേക്കബുമായി സംസാരിക്കുകയും അദ്ദേഹവും ആ ഉറപ്പു നൽകി. പിന്നീട് ഫെബ്രുവരി 11-ാം തീയതി ഡൽഹിയിലാണ് ഞാൻ നിൽക്കുന്നതെന്നും ഇവിടെ അഖിൽ ഉറപ്പു നൽകിയെങ്കിൽ മാത്രമേ ആ സീറ്റ് നമ്മൾ വേടിച്ചെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി കൊട്ടാരക്കര സീറ്റ് വേടിച്ചെടുക്കുന്നു എന്ന് ഫെബ്രുവരി 11-ാം തീയതി എനിക്ക് ഉറപ്പു നൽകിയതിന് ശേഷം മാത്രമാണ് ഞാൻ 2020ലേക്ക് വരുന്നത്. കുറഞ്ഞപക്ഷം പറഞ്ഞ വാക്ക് പാലിക്കാതെ പോയതിലുള്ള ഒരു ക്ഷമയെങ്കിലും സാബു ജേക്കബ് എന്നോട് പറയണമായിരുന്നു. പിന്നീട് RSSന്റെ നേതാക്കന്മാരെയും BJPയുടെ നേതാക്കന്മാരെയും രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോടും എന്നോട് സാബു ജേക്കബ് പറഞ്ഞ വാക്ക് പാലിക്കാതെ എന്നെ ചതിച്ചതാണെന്നും ആ ചതിച്ചത് സാബു ജേക്കബ് എന്നെ ചതിച്ചതാണോ അതോ BJP സാബു ജേക്കബിനെ ചതിച്ചതാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാജീവ് ചന്ദ്രശേഖരോട് സംസാരിക്കുകയും പിന്നീട് RSSന്റെ മുതിർന്ന നേതാക്കന്മാരെടുത്ത് സംസാരിക്കുകയും എന്റെ വിഷമങ്ങൾ അവർ മനസ്സിലാക്കുകയും അതിന്റെ ഫലമായിട്ട് തൃപ്പൂണിത്തുറ സീറ്റ് ഒരു A ക്ലാസ് മണ്ഡലം എനിക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് BJPയുടെ ഭാഗത്തു നിന്ന് 2020ക്ക് നൽകിയതാണ് എന്നതായിരുന്നു യാഥാർത്ഥ്യം. എന്നാൽ പിന്നീട് തൃക്കാക്കര എന്നിലേക്ക് അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എനിക്കറിയില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ എന്നെ NDAയിലേക്ക് ചേർത്തുകൊണ്ട് എന്നെ മാറ്റി നിർത്തുന്ന എന്നൊരവസരം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും മറ്റ് ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ തൃക്കാക്കരയിൽ മത്സരിച്ച ഒരാളാണ്. തൃക്കാക്കരയിൽ മത്സരിച്ചതായിരുന്നില്ല എന്റെ പരാതി എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും താൽപര്യമില്ലാതിരുന്ന 2020യും അദ്ദേഹത്തിന്റെ പാർട്ടി ചെയർമാനോടും നിരവധി തവണ എന്താണ് നമ്മുടെ പ്ലാൻ എന്ന് ചോദിച്ച് എന്നെ പോലെയുള്ള നിരവധി ആൾക്കാരെ ഈ പാർട്ടിയിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് കുഴിയിൽ ചാടിച്ച് ഇല്ലാതാക്കുന്ന ഇദ്ദേഹത്തിന്റെ രീതി കണ്ടിട്ടാണ് ഞാൻ എതിർത്തു തുടങ്ങിയത് എന്നുള്ള സത്യം കൂടി അങ്ങ് മനസ്സിലാക്കണം. ഇനി 2, അങ്ങ് പറയുകയുണ്ടായി തൃക്കാക്കര അങ്ങയുടെ 2020യുടെ A ക്ലാസ് മണ്ഡലമാണെന്ന് പറയുകയുണ്ടായി. നോക്കൂ, ഒരു A ക്ലാസ് മണ്ഡലമായ തൃക്കാക്കരയിൽ ആകെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുഴുവൻ സമയം ഉണ്ടായിരുന്നത് 2 പേർ മാത്രമാണ്. 2020യുടെ മണ്ഡലം പ്രസിഡന്റ് ജെയിംസും അതുപോലെ ഡോക്ടർ ടെറിയും, കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച 2020യുടെ സ്ഥാനാർത്ഥി ഡോക്ടർ ടെറിയും മാത്രമായിരുന്നു എന്റെ ഒപ്പം പ്രവർത്തനത്തിലുണ്ടായിരുന്നത്. അവിടെ ജയിച്ച 2020യുടെ ഒരു കൌൺസിലർ ഒരു ദിവസം പോലും എനിക്ക് വേണ്ടി പ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്നില്ല. അവരെ കാണാൻ വേണ്ടി ഞാൻ ശ്രമിച്ചപ്പെടുന്നത് തന്നെ ആദ്യം അവർ കാണാൻ കൂട്ടാക്കിയില്ല. പിന്നീട് പേരിന് വേണ്ടി ഒന്ന് കണ്ടുവന്നതല്ലാതെ ആ ഒരു കൌൺസിലർ ഒരു ദിവസം പോലും എനിക്ക് വേണ്ടി പ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്നില്ല. കൌൺസിലർ ആയിക്കോട്ടെ, കൌൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ചവരായിക്കോട്ടെ, ആരും തന്നെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടിയിട്ട് ചീഫ് ഇലക്ഷൻ ഏജന്റായിട്ട് വെച്ച സുധീർ മേനോൻ ഞാൻ പോകേണ്ട സ്ഥലത്ത് പലപ്പോഴും പോകാതിരുന്ന് ഒരു ദിവസം ഞാൻ വൈറ്റിലയിൽ പ്രചരണത്തിലിരുന്ന സമയത്ത് അന്നേ ദിവസം വൈകിട്ട് കാക്കനാട് തൃക്കാക്കരയിലെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് വരണാധികാരിക്ക് മുന്നിൽ ഞാൻ ഒപ്പിടേണ്ട ഒരു സാഹചര്യം വന്നു. യഥാർത്ഥത്തിൽ ചീഫ് ഇലക്ഷൻ ഏജന്റാണ് എനിക്ക് വേണ്ടി ഒപ്പിടേണ്ടത്. എനിക്ക് വേണ്ടി ഒപ്പിടേണ്ട ചീഫ് ഇലക്ഷൻ ഏജന്റ് അവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് വൈറ്റിലയിൽ നിന്നും അവിടെ ആ വഴി പോയ ഒരു ബൈക്കിനെ കൈകാണിച്ച് നിർത്തി. കാരണം വൈറ്റിലയിൽ നിന്നും കാക്കനാടേക്ക് 4:45, അതായത് 4:45 സമയത്താണ് ഞാൻ വൈറ്റില നിൽക്കുന്നത്. 5 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ വരണാധികാരിയുടെ ഓഫീസിൽ എത്തണമായിരുന്നു. അപ്പൊ എത്താൻ ഒരിക്കലും കാറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ ബ്ലോക്കിൽ അവിടെ എത്തില്ല എന്നുള്ളതുകൊണ്ട് വഴിയിൽ കണ്ട ഒരു ബൈക്കിനെ ഞാൻ കൈകാണിച്ച് നിർത്തി. ഹെൽമറ്റ് പോലും വെക്കാതെ ഞാൻ അവിടെ നിന്ന് ഓടിപ്പടച്ച് ഞാൻ തന്നെ പോയി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം പോലും ഈ സമയത്ത് ഇലക്ഷൻ സമയത്തുണ്ടായിരുന്നു. തൃക്കാക്കരയിൽ ഒരു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് പോലും ഉണ്ടായിരുന്നില്ല. ഒരു A ക്ലാസ് മണ്ഡലമായ തൃക്കാക്കരയിൽ ഇതാണോ 2020യുടെ അവസ്ഥയെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ എന്തായിരിക്കും അവസ്ഥ? BJPയുടെ പ്രവർത്തകർ ആത്മാർത്ഥമായിട്ട് എനിക്കൊപ്പം ഇല്ലായിരുന്നു എങ്കിൽ 2020യുടെയും ഈ സീറ്റിന്റെ പ്രചരണം എന്ന് പറയുന്നത് അതിദുരന്തമായി തീർന്നേനെ എന്നതായിരുന്നു മറ്റൊരു യാഥാർത്ഥ്യം. ഇനി അങ്ങ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടതായ അവസാനത്തെ കാര്യം, പണത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയിട്ട് ആരും ഈ പാർട്ടിയിലേക്ക് വരണ്ട. ഞങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പുറകെ ഈ പാർട്ടിയിൽ ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ? ഒരിക്കലും വന്നിട്ടില്ല. നിങ്ങൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടുവന്നതാണ്. നിങ്ങൾ വിളിച്ചുകൊണ്ടുവരുമ്പോൾ കുറഞ്ഞ പക്ഷം ഞങ്ങളെ നിലനിർത്താനുള്ള മാന്യമായിട്ടുള്ള ചിന്തയെങ്കിലും ഒരു വാക്കുകൊണ്ടെങ്കിലും അതുണ്ടാകണമായിരുന്നു. അതുപോലും ഉണ്ടായിട്ടില്ല. ഞാൻ ഉന്നയിച്ച പ്രധാന പരാതി, തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് 2020ക്കുള്ളത്? എന്താണ് 2020യുടെ പ്ലാൻ? എന്താണ് ഞങ്ങൾ ഇനി ചെയ്യേണ്ടത്?
പോകേണ്ടത് എന്ന കാര്യങ്ങൾ നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും 2.5-3 മാസത്തോളം അദ്ദേഹം ഒരു തവണ ഒന്ന് വിളിക്കുകയോ ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്തിരുന്നില്ല. പിന്നെ പണത്തിനും സ്ഥാനമാനത്തിനും വേണ്ടിയല്ല ഞാൻ വന്നത്, അങ്ങനാണെങ്കിൽ ഞാൻ കൊട്ടാരക്കര സീറ്റ് ചോദിക്കില്ലായിരുന്നു. ഇനി 2, ഈ പണത്തിനും സ്ഥാനമാനത്തിനും വേണ്ടിയിട്ട് NDAയിലേക്ക് പോയത് ആരാണ് എന്നുള്ളത് പരമമായി ഇവിടെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. 40 കോടി രൂപയാണ് BJPയിൽ നിന്നും സാബു ജേക്കബ് 19 മണ്ഡലത്തിന്റെ പേരിൽ കൈപ്പറ്റിയിരിക്കുന്നത്. ഈ 40 കോടി രൂപ പിന്നെ അങ്ങ് എന്തിനാണ് BJPയിൽ നിന്ന് കൈപ്പറ്റിയത്? പണത്തിന് വേണ്ടിയല്ല, സേവനത്തിന് വേണ്ടിയായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങേക്ക് സ്വന്തമായി ചെലവ് കണ്ടെത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൂടായിരുന്നോ? ഈ 40 കോടി രൂപ തന്ന BJPക്കാരെ ഉൾപ്പെടെ അപ്പോൾ ചതിക്കുകയായിരുന്നില്ലേ അങ്ങ് ചെയ്തത്? പണവും സ്ഥാനമാനവും നേടാൻ പോയത് ഞാനല്ല, അങ്ങ് തന്നെയാണ്. കാരണം 1600 കോടി രൂപയിലധികം കിറ്റെക്സ് ഇന്ന് നഷ്ടത്തിലാണ്. കിറ്റെക്സിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി തെലങ്കാനയിൽ നിന്നുകൊണ്ട് കേന്ദ്രത്തിന്റെ ഏതൊക്കെ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് അങ്ങ് ശ്രമിക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായി എനിക്കറിയാവുന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇതിൽ സംസാരിച്ചത്. അപ്പൊ സ്വന്തം കാര്യവും സ്വന്തം നേട്ടവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ഉൾപ്പെടെ, അഞ്ജലി ഉൾപ്പെടെ നിരവധി ആൾക്കാരെ ഇതര മേഖലകളിൽ പ്രവർത്തിക്കുന്ന, ഇതര മേഖലകളിൽ നിന്ന് വരുമാനം ലഭിച്ചുകൊണ്ടിരുന്ന, സ്വന്തമായി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു ലെവലിലെത്തിയ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് ചതിച്ചിട്ട് സ്ഥാനമാനത്തിനും പണത്തിനും വേണ്ടിയിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുമ്പോൾ കുറഞ്ഞ പക്ഷം അങ്ങ് എന്തിനാണ് NDAയിൽ പോയത് എന്നുകൂടി ഒന്ന് വ്യക്തമാക്കണം. അങ്ങയുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ മാത്രമായിരുന്നു അങ്ങയുടെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ ഇനി എനിക്കൊരു ബൂത്ത് ഭാരവാഹിത്വമോ ഒരു രീതിയിലുള്ള പാർട്ടിയുടെ ഭാരവാഹിത്വമോ ഉണ്ടായിരുന്നില്ല? പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ പ്രവർത്തന സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞത്? അതുതന്നെയാണ് 2020യുടെ പരമമായ യാഥാർത്ഥ്യവും. ഈ 2020 എന്ന പാർട്ടിയിൽ സാബു ജേക്കബ് പറയും, സാബു ജേക്കബ് പ്രവർത്തിക്കും, അതുമാത്രമാണ് 2020. അതിനു മുകളിലേക്ക് ഒരു ശബ്ദവും ഉണ്ടാവാൻ പാടില്ല. ഇത് ഈ പാർട്ടിയിൽ ഞാൻ ചേർന്നു എന്ന് പറഞ്ഞ നിമിഷം മറുനാടൻ ഷാജൻ ഉൾപ്പെടെ നിരവധി ആൾക്കാർ എന്നോട് പറഞ്ഞ അനുഭവങ്ങളാണ്. കൊച്ചൌസേഫ് ചിറ്റിലപ്പള്ളിയും മുൻപ് സിദ്ദിഖ് സാറും അതുപോലെ ശ്രീനിവാസൻ ഉൾപ്പെടുന്ന നിരവധി ആൾക്കാർ ഇതിലേക്ക് വരുന്ന സമയത്തും എന്തുകൊണ്ടാണ് അവരെല്ലാം തുച്ഛമായ നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങളിൽ നിന്ന് അകന്നു പോകേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരു പാർട്ടി വളർത്തുകയോ രാഷ്ട്രീയം പറയുകയോ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയോ ഒന്നുമല്ല നിങ്ങളുടെ ലക്ഷ്യം, മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ നേട്ടം മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് ആ അവസാനത്തെ വരി എനിക്കല്ല ചേരുന്നത്, നിങ്ങൾക്കാണ് ചേരുന്നത്. പണമായിരുന്നു എന്റെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിലേക്കേ വരത്തില്ലായിരുന്നു. എനിക്ക് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള എന്റെ ആഗ്രഹവും എന്റെ മുന്നിൽ നിശബ്ദരാക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി സംസാരിക്കണമെന്നുള്ള എന്റെ ചിന്തയും ഇന്നാട്ടിൽ എന്തെങ്കിലും എന്നാൽ കഴിയാവുന്നത് ചെയ്യാനുള്ള ആഗ്രഹവും കൊണ്ട് മാത്രമാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. പണം ഞാൻ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയത് തന്നെ ധാരാളമായിരുന്നു എനിക്ക് ജീവിക്കാൻ. അപ്പോ പ്രിയപ്പെട്ട സാബു ജേക്കബ്, അങ്ങയുടെ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ കുറഞ്ഞ പക്ഷം അങ്ങയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് കുറഞ്ഞ പക്ഷമെങ്കിലും അങ്ങ് മനസ്സിലാക്കുക. അപ്പം ഇത് ഇത്രയും ഞാൻ പറയുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വെറും വിഡ്ഢിയായി പോകും. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ ചുറ്റുപാടും 24 മണിക്കൂറും ക്യാമറയും 100 ദിവസം നിന്ന ഒരു ഷോയിൽ ആരുടെ ഭാഗത്താണ് സത്യമെന്ന് ജനം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഒരുപക്ഷെ എനിക്ക് ബിഗ് ബോസിൽ ജയിക്കാൻ കഴിഞ്ഞത്. എന്റെ ചുറ്റുപാടുമൊന്നും ക്യാമറ ഇല്ലാതായി പോയതുകൊണ്ടും നമ്മൾ എന്താണ് സംസാരിച്ചതെന്നും നിങ്ങൾ എന്താണ് സംസാരിച്ചതെന്നും ജനം തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ടാണ് ഈ സത്യം എന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് യാഥാർത്ഥ്യം ഇന്നല്ലെങ്കിൽ നാളെ ജനത്തിന് മനസ്സിലാകും. പ്രിയപ്പെട്ട സാബു ജേക്കബ്, അങ്ങ് 2020 നല്ല രീതിയിൽ വളർത്തിയെടുക്കണം. അതിനുശേഷം അങ്ങ് ഇന്ത്യ വളർത്തിയെടുക്കണം. അല്ലാതെ അങ്ങയെ വളർത്താനും അങ്ങയുടെ സംവിധാനം, അങ്ങയുടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കിറ്റെക്സ് ഗ്രൂപ്പിനെ വളർത്തിയെടുക്കാനും വേണ്ടിയിട്ട് കുറെ BJPയുടെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ ജീവിതം അങ്ങ് ഇല്ലാതാക്കരുത്. കാരണം കൊടുങ്ങല്ലൂരും തൃപ്പൂണിത്തുറയും ഒക്കെ തന്നെ BJPക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത അടിത്തറയായിരുന്നു. കൊടുങ്ങല്ലൂരും തൃപ്പൂണിത്തുറയും BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളായിരുന്നു. കൊടുങ്ങല്ലൂരിലും തൃപ്പൂണിത്തുറയിലും BJPയുടെ നേതാക്കന്മാർ വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചുണ്ടാക്കിയെടുത്തതിന്റെ നേട്ടം അങ്ങ് പോയി കൊയ്തെടുക്കാൻ ശ്രമിച്ച ഒരാളാണ്. അതുകൊണ്ട് ഈ പറയുന്ന എല്ലാ ആരോപണങ്ങളും അങ്ങയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. കുറഞ്ഞ പക്ഷം ഒരിക്കൽ കൂടി അങ്ങ് ആലോചിക്കുക. ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നത് എനിക്ക് അങ്ങ് നൽകിയ ഓഫർ കൊട്ടാരക്കര സീറ്റ് നൽകാമെന്നുള്ളതായിരുന്നു. ഞാൻ പരാതി പറയാനുണ്ടായ കാരണം കഴിഞ്ഞ 3 മാസമായിട്ടും ഒരു തവണ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല, ഒരു തവണ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ചെയ്തിട്ടില്ല. നിരവധി രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളും നിരവധി ജനകീയമായിട്ടുള്ള കാര്യങ്ങളും അങ്ങേക്ക് മെസ്സേജ് അയച്ച സമയത്തൊന്നും തന്നെ അത് തിരിഞ്ഞു നോക്കാതെ പോയ, സ്വന്തം താല്പര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പാർട്ടിയിലുള്ളതെന്നുള്ള തിരിച്ചറിവിൽ മാത്രമാണ് എനിക്ക് പറയാനുള്ള രാഷ്ട്രീയം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പറഞ്ഞുകൊള്ളാം എന്ന ചിന്തയിലും കൂടിയാണ് ഞാൻ അങ്ങയിൽ നിന്നും അങ്ങയുടെ പാർട്ടിയിൽ നിന്നും അകന്നു പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.